ഇന്ന് കുറച്ച് പണികളുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ടേബിളൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. എൻ്റെ ബുക്കുകളും അതുപോലെ തന്നെ ചാർജറും എല്ലാം കൂടെ അലമ്പായിട്ട് കിടക്കുക കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ ഞാൻ അടിച്ചു വാരുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ കുറേ കാർഡുകളും അതുപോലെ തന്നെ ബുക്കുകളും എല്ലാം ഇങ്ങനെ ടേബിൾ മേൽ ഉണ്ടായിരുന്നു. എൻ്റെ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ബുക്കുകളാട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇന്നാളെന്തോ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചു. അതുപോലെ തന്നെ 2 ചാർജർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് അടുക്കളയിൽ കുറേ തീപ്പെട്ടിയും അതുപോലെ തന്നെ ടൈലറിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നൂലും ക്ലിപ്പും എല്ലാം കൂടെ നമ്മുടെ മേശമേലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതും മാറ്റി. പിന്നെ പേനകളും പെൻസിലും എല്ലാം കൂടെ അടുക്കി പറക്കി വെച്ചപ്പോൾ ഏകദേശം ഒരു വിധം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മെഡിസിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചോക്ക്, അതുപോലെ പാത്രം, ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടോ. ഇനി കുറേ അലക്കാനുണ്ട്, പിന്നെ അടിച്ചു വാരാനുണ്ട്. അപ്പോൾ അലക്കൽ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒരു പറയുണ്ടായിരുന്നു കേട്ടോ, കാരണം 2 ട്രിപ്പ് ഇട്ടിട്ടാണ് എൻ്റെ ഡ്രസ്സ് തന്നെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഞാനൊരു രാവിലെ തന്നെ വേഗം അലക്കാൻ നിന്നു. ഒരു 10 മണിയായപ്പോഴേക്കും വേഗം ഊരി പിഴിയാൻ നിന്നു കേട്ടോ. ഞങ്ങൾ ഓട്ടോമാറ്റിക്കല്ല, അപ്പോൾ നമ്മൾ തന്നെ പിഴിയണം. അതിൽ തന്നെ പിഴിഞ്ഞെടുക്കാം, പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ടാട്ടോ പിഴിയുന്നത്. അപ്പോൾ പൈപ്പ് ഇതുപോലെ വയ്ക്കും, അതിന് ശേഷം ദേ പിഴിഞ്ഞെടുക്കും. നല്ല വെയിലുള്ളതിന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ വിരിയും കൂടെ ഇട്ടിട്ടുണ്ട് അമ്മ. അപ്പോൾ അത് അമ്മ പിഴിഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അത് പിഴിയാൻ നിന്നില്ല, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയ്ക്ക് പോയപ്പോഴേക്കും മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച്. വാളമീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വാളമീൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നിറയെ മുള്ളായിരിക്കും. ഈ മുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുള്ളുകളാട്ടോ. എനിക്കത് കാരണം ഇത് കഴിക്കാനായിട്ട് പേടിയാണ്, എന്നാലും കഴിക്കും, ടേസ്റ്റാണ്. അപ്പം ഞാൻ അത് കാരണം ഇത് കറി വെച്ചിട്ടുണ്ട്. കുറേ വേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് എനിക്ക് ഇഞ്ചിയുടെയും വേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അമ്മ ദേ മീൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അടുപ്പത്തിട്ടു. അങ്ങനെ ദേ നമ്മുടെ മീൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കലാണ് ടാസ്ക്. അപ്പോൾ എന്തായാലും ഊണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഊണ് കഴിച്ചിട്ട് വേണം ഇനി ബാക്കി കുറച്ച് പണികളും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി ഇപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. കുരുമുളക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായി, പഴുത്തോന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്, പഴുക്കാറായിട്ടില്ല കേട്ടോ. നമ്മുടെ അത്യാവശ്യം നീളമുള്ള കുരുമുളക്, പല സൈസ് കുരുമുളകുണ്ട്. അപ്പോഴാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാൾ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്പി ഇതിൻ്റെ നീരൊന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പം ഞങ്ങളൊക്കെ ഓയിൽമെൻറ്റൊക്കെ തേക്കുന്നതിന് പകരം ഇതാട്ടോ എപ്പോഴും ചെയ്യുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മുളച്ചിരുന്നു. ഇന്നാൾ പക്ഷേ ഞാൻ നോക്കിയിട്ട് അധികം കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 ഇല ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒഴിച്ച് തിരുമ്പുക, അതായത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.